ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മാടായി കാവ് വരെ പോകാനുണ്ട്. കണ്ണൂർ പഴയങ്ങാടിയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഞാനും അമ്മയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴി കാണാം. അമ്മ നേരത്തെ മാറ്റി റെഡി ആയിട്ട് വന്നു കേട്ടാ. പോവാമേ? ഓക്കെ. ഹായ്. ഹായ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 20 കിലോമീറ്ററിലധികം ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് എത്തിപ്പെടാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതാവുമ്പോൾ നമ്മുടെ റോഡിലൊക്കെ തിരക്കും കുറവായിരിക്കും, നമുക്ക് സമാധാനപരമായിട്ട് യാത്ര ചെയ്യാനും പറ്റും. ഇടയ്ക്ക് വെച്ച് നമ്മുടെ പള്ളിക്കുളം പെട്രോൾ പമ്പിൽ 200 രൂപക്ക് പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ കുട്ടന് മൈലേജ് എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു നല്ലൊരു ക്ഷേത്രമായിട്ടുള്ള മാടായി ശ്രീ ക്ഷേത്രത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. ഇവിടെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വരാറുണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും ഈ ഒരു ക്ഷേത്രത്തിലോട്ട് ഭക്തജനങ്ങൾ വരാറുണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ഒരു ക്ഷേത്രം വ്യത്യസ്തമാകുന്നതിന് ഒരു കാരണമുണ്ട്. ഇവിടുത്തെ പ്രസാദത്തിൻ്റെ കൂടെ നമുക്ക് കോഴിയിറച്ചിയും കിട്ടും. നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഒരു കാര്യം പറഞ്ഞാൽ? അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ണൂർ നമ്മുടെ പ്രസാദത്തിൻ്റെ കൂടെ കോഴിയിറച്ചി കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ മാടായി ശ്രീ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരുപാട് വഴിപാടുകളുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി. തേങ്ങ മുട്ടൽ, അതുപോലെ തന്നെ ശക്തി പൂജ ഉൾപ്പെടെ ഒരുപാട് വഴിപാടുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ നിന്ന് ക്യൂ ആയിട്ട് വേണം നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തെ വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് നമ്മുടെ വിശ്വാസത്തിനെ ബാധിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുറത്തെ കാഴ്ചകളെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ആൽമരം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ലോട്ടറി വെക്കുന്ന ചേട്ടന്മാരുണ്ട്. ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണവും നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. നല്ല വടയും അതുപോലെ തന്നെ ചട്നിയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർ തന്നെ നിങ്ങൾ പ്രസാദത്തിൻ്റെ കൂടെ കോഴിയിറച്ചി കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രാർത്ഥിച്ചാൽ നല്ല ഫലമാണ്. നമ്മുടെ മനസ്സും നിറയും, നമ്മുടെ കണ്ണും നിറയും. അതുപോലെ തന്നെ നല്ല മനസമാധാനം കിട്ടുന്ന ഒരു അടിപൊളി ക്ഷേത്രം തന്നെയാണ് നമ്മുടെ കണ്ണൂരിലെ മാടായിക്കാവ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം.